തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് 20 റക്അത്താണ്. പക്ഷെ അതൊക്കെ വേറെ വേറെ ഈ 2 റക്അത്താണ്. അതുകൊണ്ട് തന്നെ തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് എത്ര റക്അത്ത് നിസ്കരിച്ചാലും അതിന്റെ കൂലി കിട്ടും. തറാവീഹ് നിസ്കാരം 20 റക്അത്താണെങ്കിലും ഓരോ ഈ 2ഉം വേറെ വേറെയാണ്. അതുകൊണ്ട് എല്ലാ ഈ 2 റക്അത്തിനും നിയ്യത്ത് ചെയ്യണം. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്നു എന്നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്. കാരണം എല്ലാ ഈ 2ഉം സ്വന്തമായ 2 റക്അത്തുകളാണ്. അഥവാ 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിച്ചാൽ തറാവീഹ് സഹിയാവുകയില്ല. ഒരു റക്അത്ത് നിസ്കരിച്ചാലും സഹിയാവില്ല. 2 റക്അത്തായി തന്നെ നിസ്കരിക്കണം. എന്നിട്ട് സലാം വീട്ടൽ നിർബന്ധമാണ്. കാരണം ആ ഈ 2 ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള നിസ്കാരമാണ്. അങ്ങനെ 20 റക്അത്താണ്. അതുകൊണ്ട് തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്നല്ല നിയ്യത്ത് ചെയ്യേണ്ടത്. തറാവീഹ് നിസ്കാരം 2 റക്അത്ത് ഇമാമോട് കൂടെ ആണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. തറാവീഹ് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താലും മതി. അപ്പോ ഇമാമിന്റെ കൂടെ ആണെങ്കിൽ കൂടെ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ ജമാഅത്തിന്റെ. അങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത് അതെല്ലാം ഈ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. പിന്നെ വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യേണ്ടത് അങ്ങനെയല്ല. വിത്ർ എന്ന് പറഞ്ഞാൽ ഒറ്റയാണ്. അതുകൊണ്ട് തന്നെ വിത്ർ നിസ്കാരം 2 റക്അത്ത് നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ വിത്ർ സഹിയാവൂല. കാരണം പറഞ്ഞതും ചെയ്യണതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിത്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റയായ നിസ്കാരം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എങ്ങനെ നിയ്യത്ത് ചെയ്യാം? വിത്ർ നിസ്കാരം 3 റക്അത്താണ് നമസ്കരിക്കുന്നത്. ആദ്യം 2 റക്അത്തും പിന്നെ 1 റക്അത്തും ആണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തിന് നിയ്യത്ത് ചെയ്യുമ്പോൾ വിത്ർ നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. എങ്കിലേ വിത്ർ സഹിയാവുകയുള്ളൂ. പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വിത്ർ നിസ്കാരത്തിൽ നിന്ന് 1 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. വിത്റിനും വേണം അങ്ങനെ ആദ്യത്തെ 2 റക്അത്തിന് വേറെയും പിന്നത്തെ 1 റക്അത്തിന് വേറെ നിയ്യത്ത് ചെയ്യാം. ഇനി ഒന്നിച്ചും നിസ്കരിക്കാം. വിത്ർ നിസ്കാരം 3 റക്അത്തും കൂടി ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. അപ്പൊ ആദ്യത്തെ തഹിയ്യാത്ത് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. മഗ്രിബിനോട് ഒരു സാദൃശ്യത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നിച്ച് നിസ്കരിക്കാതിരിക്കലുമാണ് നല്ലത്. ഏറ്റവും നല്ലത് ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കലാണ്. വിത്ർ വേണമെങ്കിൽ 11 റക്അത്തും ഒരുമിച്ച് തന്നെ നിസ്കരിക്കാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.